നമുക്ക് രാവിലെ തന്നെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഇത് ഗോതമ്പ് മാവൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇത് രാവിലെ തന്നെ ആരും അങ്ങനെ ചെയ്യാൻ മെനക്കെടാത്തൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ചിലർക്ക് ഈസി ആയിരിക്കും, ചിലർക്ക് കുറച്ച് കടുപ്പായിരിക്കും കേട്ടോ ഈ ഒരു റെസിപ്പി ചെയ്യാൻ. പക്ഷേ ഈ ഒരു ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോവാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഒരു കോഴിമുട്ട, നമുക്കൊരു കോഴിമുട്ട മാത്രം മതിയാവും. ഒരു കോഴിമുട്ട ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര കൂടുതലായി പോകരുത് കേട്ടോ. ഒരു ടീസ്പൂൺ തന്നെ പഞ്ചസാര, നമ്മൾ ഈ ഒരു നുള്ളില്ലേ, ഒരു നുള്ളിൽ മാത്രം മതിയാവും. കൂടുതലായാൽ ഈ ഒരു പലഹാരം മധുരം കൂട്ടോ. അപ്പോൾ അതിന് ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെള്ളമാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ പാലൊക്കെ ചേർക്കുന്നുണ്ട്. എനിക്ക് പാല് പറ്റിയല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പാല് ചേർക്കാൻ. പിന്നെ നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ പാലും ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റും ആയിരിക്കും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ പാല് ചേർക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിന് കേട്ടോ, കാണിക്കാൻ വിട്ടുപോയതാ. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഏകദേശം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. വെള്ളം കൂടി പോകരുത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ കുഴക്കേണ്ടത്. ഇതേപോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഒന്നായിട്ട് ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഇതാ നമ്മുടെ വെള്ളം ഇവിടെ ഏകദേശം കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ എന്നിട്ട് നമുക്ക് കുഴച്ചാൽ കിട്ടേണ്ടത്. ഇതുപോലെ ആയി കിട്ടിയാൽ മതി. നല്ല സോഫ്റ്റ് ആക്കി തന്നെ കുഴച്ചെടുക്കുക. കുറച്ച് നേരം തന്നെ നമ്മൾ മെനക്കെടണം കേട്ടോ, ഇതിങ്ങനെ കുഴച്ചൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. എന്നാലാണ് നമ്മുടെ പലഹാരം നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ഒന്ന് നല്ലോണം പിഴിഞ്ഞ് തന്നെ കുഴക്കുന്നുണ്ട്. ഏകദേശം ഞാൻ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇതിലേക്ക്, അധികം ടൈറ്റും അല്ല അധികം ലൂസും അല്ലാത്ത ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ ഈ ഒരു മാവ് കുഴച്ചെടുത്തത്. അപ്പം മാവ് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയാൽ മതി. ഇനി കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഓയിലും കൂടി ഞാൻ മിക്സ് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു ബോൾ പിടിച്ചെടുക്കാനുണ്ട്. ഇതേപോലെ ആക്കി കൊടുത്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വിരൽ ഇതാക്കി കൊടുത്തിട്ട് ഈ വീഡിയോ കാണുന്നില്ലേ, അതുപോലെ നിങ്ങൾക്ക് ഉരുള ആക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇതിൽ എനിക്ക് 10 ഉരുളകളാണ് കിട്ടിയത്. നിങ്ങൾക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്രയാക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചൊരു വലിപ്പമുള്ള ഒരു ഉരുളാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലും ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ കഴിയും. കണ്ടില്ലേ, ഇതേപോലെ ഉള്ളിലേക്ക് ഈ ഒരു വിരൽ ആക്കി കൊടുക്കുക. അപ്പം പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരും കേട്ടോ. ഈ ഒരു സമയത്ത് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. ഇപ്പം പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ നമ്മൾ കുഴയ്ക്കൽ മേൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടണം കേട്ടോ. നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് തന്നെ നല്ല സോഫ്റ്റാക്കി കുഴച്ചാൽ നമുക്കിതേപോലെ പെട്ടെന്ന് തന്നെ ഉരുള മുറിച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ബോൾ പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഓയിലും വെളിച്ചെണ്ണ മിക്സില്ലേ, അത് ഈമേലേക്ക് ആക്കി കൊടുക്കുക. ഞാൻ സാധാരണ ഓയിലും ചേർത്ത് കൊടുക്കും, അതുപോലെ തന്നെ വെളിച്ചെണ്ണയും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ലല്ലോ, ഈ ഒരു പൊടി കുഴച്ചിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ബോൾ പിടിച്ചിട്ട് എടുത്ത് വെച്ചാന്നല്ല. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ഇതൊന്ന് ഒരു 1/4 മണിക്കൂർ നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇത് ഒന്ന് അയഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പരുവത്തിലാവും.
ഒരു 10 മിനിറ്റ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ളൊരു കറി ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, ഒന്ന് ചൂടായതിന് ശേഷം. ഇപ്പോൾ എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ നമുക്ക് കടുക് പൊട്ടിച്ച് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കും ആ കടുകിൻ്റെ അകത്ത് എന്താ ഒരു മഞ്ഞ കളറെന്ന്, അത് മഞ്ഞപ്പൊടി ലേശം ഒന്ന് മിക്സ് ആയതാണ് കേട്ടോ, ഒരു കടുകിൻ്റെ അകത്ത്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതാ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 തക്കാളി വലിയ തക്കാളിയാണ് കേട്ടോ, അല്ലെങ്കിൽ 3 തക്കാളി എടുക്കുക. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം താളിച്ചെടുക്കുക. നല്ലോണം വെന്തുടഞ്ഞോട്ടെ കേട്ടോ, എന്നാലാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പം തന്നെ വെന്ത് നല്ലോണം ഇതേപോലെ ഉടഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി കുതിർത്ത് വെച്ചിട്ട് പിഴിഞ്ഞ് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. കുറച്ച് മതി കേട്ടോ, കൂടുതലായിട്ട് വേണ്ട. നമ്മൾ ഇതിലേക്ക് കുറച്ചധികം തന്നെ തക്കാളി ഇട്ട് കൊടുത്തിക്കല്ല. അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പം ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണല്ല കേട്ടോ, 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ തന്നെ നമുക്ക് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചക്കുത്തൊന്നും മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ ഞാൻ കാശ്മീരി മുളകാണ് കേട്ടോ പകുതി ഞാൻ ചേർത്തത്. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് പാകത്തിനൊക്കെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തതിന് കേട്ടോ, അത് കാണിക്കാൻ വിട്ടുപോയതാ. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ നല്ലോണം തിളച്ച് വരും. തക്കാളി കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നല്ലോണം കുറുകി വരും കേട്ടോ, നല്ല കട്ടി ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് അയില മീൻ ചേർത്ത് കൊടുക്കട്ടെ. അത് നല്ലോണം തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും മസാലകളൊക്കെ നല്ലോണം വെന്തതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് അയില മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വെന്ത് പറ്റിക്കോട്ടെ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക കേട്ടോ. എന്നിട്ട് മൂടി വെച്ചൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അടിപൊളി കറിയാണ്, നമ്മളെ ഈ ഒരു പൊറാട്ടയ്ക്ക് പറ്റിയ കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറൊരു കറിക്ക് നമ്മൾ എവിടെയും പോകണ്ട കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു ചിക്കൻ കറിയും മട്ടൻ കറിയൊന്നും ഒക്കെയല്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നല്ലോണം വെന്തതിന് ശേഷമാണ് കേട്ടോ, കറിവേപ്പില ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പരത്തി വെച്ച മാവ് ഇതേപോലെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്ക് ഇതേപോലെ പിടിച്ചിട്ട് ഒന്ന് വീശി കൊടുക്കാം. ഇതുപോലെ 2 കൈ കൊണ്ട് ഇതിങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം തന്നെ നല്ലോണം വീശുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇടയിലൊന്ന് വെളിച്ചെണ്ണ ഓയിലിൻ്റെ ആ മിക്സില്ലേ അതൊന്ന് തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയും തൂക്കി കൊടുക്കുക കേട്ടോ, കുഴപ്പമില്ല. കുറച്ച് പൊടിയൊന്ന് ഇടയിലൊന്ന് പാറ്റി കൊടുക്കുക കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈസിയല്ലേ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ചുരുട്ടിയെടുത്ത മാവ് ഞാൻ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്ത് എല്ലാം ഇതേപോലെ ഒന്ന് കോയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. നമ്മളിത് മുഴുവനായിട്ടും നമ്മൾ ചുരുട്ടി വെച്ചിന് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ചുരുട്ടി വെച്ചതിന് ശേഷം ഇതേപോലെ നമ്മൾ പരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പം ഞാൻ 2 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചുടുന്നതെന്ന് കാണിച്ചു തരാം. നല്ലോണം ചൂടായ കല്ലിലേക്ക് നമുക്ക് ഈ ഒരു പൊറാട്ട ഇട്ട് കൊടുക്കാം. ഈ ഒരു പൊറാട്ടൻ്റെ മേലെ നമുക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് അടിഭാഗം ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു പൊറാട്ടയും കൂടി അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഓയിൽ ഇതിൻ്റെ മേലെ ആക്കി കൊടുക്കുക.
എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം നല്ലോണം ഒന്ന് വെന്തതിന് ശേഷം ഇത് മുഴുവനായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഈ വീഡിയോ കാണുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മേലുള്ള ആ പത്തിരി മാത്രമല്ലേ, ഈ ഒരു പത്തിരി ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മേലുള്ള പത്തിരി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് ഒന്നും കൂടി മറിച്ചിടാം. മുഴുവനായിട്ട് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. 2 പത്തിരിയും കൂടി ഒന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് വേവട്ടെ. എന്നിട്ട് മുകളിലുള്ള ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അടിഭാഗം വെന്തതിന് ശേഷം ഇത് രണ്ടും കൂടി ഒന്നായിട്ട് മേലുള്ള ഭാഗം അടിഭാഗത്തേക്ക് ഏറത്തക്ക വിധത്തിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതേപോലെ ചെയ്യാൻ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാൻ കഴിയും കേട്ടോ. പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും. നമുക്ക് കുറേ പൊറോട്ട ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. 2-3 പ്രാവശ്യം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അടിഭാഗം വേഗം കാത്ത് നിൽക്കണം കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അടിഭാഗം അല്ലാണ്ട് വെന്ത് കിട്ടിയാല. എന്നിട്ട് മേലുള്ളത് പൊറോട്ട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എളുപ്പമാണ് ഇത് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. അപ്പോൾ ഇത് കുറച്ച് വലിപ്പമുള്ളൊരു പൊറോട്ട ആണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ ഇതാ ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചുട്ടെടുത്താൽ തന്നെ പൊറോട്ട. അപ്പം മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചുട്ടെടുക്കട്ടെ. പൊറോട്ട മുഴുവനായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം അടിച്ചെടുക്കാം. ഇതുപോലെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. നല്ല സോഫ്റ്റാന്നേ പൊറോട്ട. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നതാണ്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ നമ്മളെ പൊറോട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഏതറിയാത്തവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു പൊറോട്ടൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അതാ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കട്ടെ ചൂട് തണിയാൻ. അപ്പോൾ പൊറോട്ട മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഈസിയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പൊറോട്ടയും അതുപോലെ തന്നെ അയിലക്കറിയും കൂട്ടി നല്ലൊരു പിടുത്തം പിടിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്.